അമ്മയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല ഞാൻ പോവുകയാണെന്ന്. ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല. കാലങ്ങൾക്ക് ശേഷം കയറി വന്ന നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം നൽകാൻ പോലും. എൻ്റെ പൊന്നുമോൻ എന്നോട് ക്ഷമിക്കണം. നുരുമ്പിച്ചൊരസ്ഥിയായി ഞാനിവിടം മോശമാക്കിയതിന്. നിന്റെ മുറിയിലെ അലമാരയ്ക്കകത്ത് തുളസിയിലയിട്ട് ഞാൻ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ മോൻ അത് കൊണ്ടുപോകണം. മോനൊരു ജലദോഷം വരുന്നത് പോലും ഈ അമ്മയുടെ ആത്മാവിന് സഹിക്കാൻ പറ്റില്ല. എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഒരു ഭരണി കാണും, കടുമാങ്ങ അച്ചാറിട്ടത്. ചെറുപ്പത്തിൽ അതില്ലാത്തത് കൊണ്ട് നീ ഒരു ദിവസം ഉണ്ണാതെ ഉറങ്ങിയത് ഒരു വേദനയായി മരിക്കും വരെ എൻ്റെ നെഞ്ചിലുണ്ടായിരുന്നു. അത് കൂട്ടി നീ ചോറുണ്ട് ഒന്ന് ചിരിക്കണം. എൻ്റെ ആത്മാവിന് ഒരു സമാധാനം കിട്ടാനാ. പിന്നെ മകനെ, ഒരു പക്ഷേ നീ തിരിച്ചു പോകുമ്പോൾ ഒന്നുകൂടി ചെയ്യണം. നിന്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള കുപ്പായം ഞാൻ എൻ്റെ അലമാരിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് മുഖത്തിട്ടാലേ എനിക്ക് ഉറക്കം വരുമായിരുന്നുള്ളൂ. നീ അതെടുത്ത് എൻ്റെ കുഴിമാടത്തിൽ വെക്കണം. എനിക്ക് നിന്നെ പിരിയാൻ കഴിയാത്തത് കൊണ്ടാണ്. നുരുമ്പിച്ചൊരു അസ്ഥികൂടമാവും വരെ മകനെ കാത്തിരിക്കേണ്ടി വന്ന ഒരമ്മയുടെ ആത്മാവ് പറഞ്ഞു തന്നത്. രചന ഷംസുദ്ദീൻ അസ്ഹരി ആറളം. അവതരണം ഷബാന നൂറുദ്ദീൻ. മാതാപിതാക്കളെ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവരോട് ചേ എന്ന വാക്കുപോലും പറയരുത്. അവനോട് മോശമായി പെരുമാറി അവൻ രണ്ട് ലോകത്തും ശിക്ഷിക്കപ്പെടും. നമുക്കൊരു പാഠം കേൾക്കാം. മദ്രസകൾ ധാർമ്മിക ബോധങ്ങളുടെ ഉറവകളാണ്. ചുറ്റുവട്ടങ്ങളിലേക്ക് നന്മകൾ ചുരത്തുവാനാണ് അധ്യാപനങ്ങൾ മുഴുവനും. ധർമ്മം കുറ്റിയേറ്റ് പോകുന്ന കെട്ടകാലത്ത് മദ്രസകൾ മനുഷ്യനെ വരക്കുന്ന മനോഹര ക്യാൻവാസുകളായി തീരേണ്ടതുണ്ട്. പേരിന് പിന്നിലെ ബിരുദങ്ങളുടെ അകമ്പടിയല്ല മനുഷ്യനെ നിർണയിക്കുന്ന മാനദണ്ഡങ്ങൾ. പഠിച്ചതിലെവിടെയെങ്കിലും ധർമ്മത്തിൻ്റെ അംശം കലരുന്നുണ്ടോ എന്ന അന്വേഷണത്തിലാണ് മനുഷ്യനിലേക്ക് എത്തുന്നത്. മദ്രസകൾ വെറുതെ അങ്ങ് പിറന്നതല്ല, മനുഷ്യൻ്റെ നിർമ്മാണശാലകളാണ് ഓരോ മദ്രസകളും. ഉള്ളിലൂറ്റം കൊണ്ട അഹംബോധത്തിൽ, യൂറോപ്പിൽ നിന്നും കടമെടുത്ത പരിഷ്കൃത ബോധത്തിൽ ഇത്തരം മതപഠനശാലകളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ മതം അവർക്ക് കേവലം ഐഡൻറ്റിറ്റി മാത്രമായിരിക്കും. മാനവിക മൂല്യങ്ങളോ മതബോധമോ ഇല്ലാത്ത പൊങ്ങുതടികൾക്ക് തീറ്റ കൊടുക്കാൻ വിധിക്കപ്പെട്ടവരായി മാത്രം രക്ഷിതാക്കൾ മാറും. ഇതാ ഈ പാഠമൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് താമസിക്കുന്നവരാണ് അയൽവാസികൾ. അവരോട് നമുക്ക് വലിയ കടമകളുണ്ട്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുത്. മതവും സമൂഹവും രാജ്യവും തൻ്റെ ജീവിത പുസ്തകത്തിലെ പ്രധാന പാഠങ്ങളാണെന്നും ഇതിനെ വേണ്ട വിധം പ്രയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള വിനാശം വലുതാണെന്നുമുള്ള തിരിച്ചറിവിന്മേലാണ് നമ്മുടെ കൂട്ടായ്മയും ഇവിടെ രൂപപ്പെട്ടത്. 1.5 പതിറ്റാണ്ടോളമായി ഈ പ്രദേശത്തെ പ്രധാന മദ്രസ എന്ന നിലയിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിശുദ്ധ മതത്തിൻ്റെ സന്ദേശം പകർന്നു നൽകുന്നു. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും മംഗലാപുരം, കുടക് പ്രദേശങ്ങളിൽ നിന്നുമുള്ള വ്യത്യസ്തവും വേറിട്ടതുമായ സംസ്കാരങ്ങൾ സമന്വയിക്കുന്ന കേന്ദ്രമായി മാറുകയാണ് നമ്മുടെ മദ്രസ. എല്ലാ വർഷങ്ങളിലും വിവിധ നേട്ടങ്ങളുമായി പൂന്തോട്ട നഗരിയിലെ ഇസ്ലാമിക ചൈതന്യത്തിൻ്റെ മാറ്റുകൂട്ടാൻ സാധിക്കുന്നു എന്നത് അഭിമാനകരമാണ്. കഴിഞ്ഞ അക്കാഡമിക് വർഷവും പൊതുപരീക്ഷയിൽ ജില്ലയിൽ 1ഉം 2ഉം റാങ്കുകൾ നേടി ഉന്നത വിജയങ്ങൾ നേടിയത് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളാണ്. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ മുഴുവൻ സംസ്ഥാനങ്ങളിലും GCC രാജ്യങ്ങളിലുമായി നടത്തിയ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ 10ാം റാങ്ക് കരസ്ഥമാക്കി ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച ബംഗളൂരുവിലെ ഏക മദ്രസയും നമ്മുടേതാണ്. മദ്രസ വഴി നിർമ്മിതമായ നമ്മുടെ പള്ളിയും ഒരുപാട് സേവന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായി മാറുന്നു. പ്രധാന ദിവസങ്ങളിലെ ആഘോഷങ്ങളും മജ്ലിസുകളും വഴി
ഒരുപാട് ആളുകൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നത് പടച്ചവൻ തന്ന നല്ലൊരു അനുഗ്രഹമാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകുന്നവർ ശ്ലാഘനീയരാണ്. ദീനിൻ്റെ പ്രബോധന വഴിയിൽ പലർക്കും ദിശ നിർണയിച്ചു കൊടുക്കാൻ കഴിയുക എന്നത് ഉടയ തമ്പുരാൻ നൽകുന്ന തൗഫീഖാണ്. ഇഖ്ലാസിലായി അവരുടെ പ്രവർത്തനം ഇനിയും ഒരുപാട് കാലം വാഴട്ടെ. നേട്ടങ്ങൾ ആഘോഷങ്ങൾക്ക് വഴിമാറുമ്പോഴും അഭിമാനം ആകാശം മുട്ടി പറക്കുമ്പോഴും ഉള്ളിൽ ഒരു വിരഹത്തിൻ്റെ കവിത കൂടുകെട്ടുന്നുണ്ട്. ഇന്നലകളിൽ കൂടെ നിന്നവർ, ഉയർച്ചയിലും വളർച്ചയിലും വിയർപ്പൊഴുക്കിയവർ, ആയുസ്സിൻ്റെ പുസ്തകം മടക്കി വെച്ച് ഒന്നും പറയാതെ കണ്ണകലങ്ങളിൽ നിന്നും മറഞ്ഞവർ, ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ച് ജീവിതത്തിൻ്റെ കർട്ടൻ താഴ്ത്തിയവർ. ആ നിരയിലെ അവസാന പേര് ഷുക്കൂർ ഹാജിക്ക്. അപൂർണമായെങ്കിലും പറഞ്ഞൊന്ന് ഫലിപ്പിക്കാൻ പഠിച്ച വാക്കുകളൊന്നും മതിയാവില്ല. ജീവിത സായഹനത്തിലും നരവീഴാത്ത പ്രവർത്തന വീര്യം പകർന്നു തന്നവർ. സ്വലാത്തുകൾ ചൊല്ലിയും ചൊല്ലിപ്പിച്ചും ഒരുപാട് പേരെ മദീനയുടെ കൂട്ടുകാരാക്കിയവർ. ഇവിടെ എവിടെയോ ഉണ്ട് ഒരു അദൃശ്യ സാന്നിധ്യം, നമ്മെ നോക്കി പുഞ്ചിരിക്കും പോലെ, വളരെ നന്നായിട്ടുണ്ട് എന്ന് ആശീർവദിക്കും പോലെ, ഉയർത്തണേ എന്ന് പ്രാർത്ഥിക്കും പോലെ. തിരികെ വരാത്ത ലോകത്തേക്ക് പടികടന്നിട്ടും പാതിയുറക്കിലും വിരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നയാൾ, ഇമാം ബൂസൂരിയുടെ സുഗന്ധമേറ്റ മണ്ണിൽ മണവാളനായി ചമഞ്ഞുറങ്ങുന്നയാൾ, റിയാസ് ഖാൻ. കുറഞ്ഞ നാളിൽ നന്മകളുടെ കൊട്ടാരം പണിതയാൾ. മസ്ജിദ്, മദ്രസ, ജീവിതാഭിലാഷങ്ങളുടെ പട്ടികയിൽ ഇവ രണ്ടിനും പ്രഥമ സ്ഥാനം നൽകിയവർ. നമുക്കിനിയും ഉയരണമെന്നും വളരണമെന്നും ഏറെ മോഹിച്ചയാൾ. അധികം ഏറെയൊന്നും ഇല്ലാത്ത പരിചയ നാളുകൾ കൊണ്ട് പ്രാർത്ഥനയിലും ഓർമ്മയിലും വേരുറപ്പിച്ച്. കാലങ്ങൾ അക്കങ്ങൾ എത്ര മാറ്റിയെഴുതിയിട്ടും കൺവെട്ടത്തിപ്പോഴും കരുതൽ പോലെ നിൽക്കുന്ന മുഖങ്ങളുണ്ട്. ഓരോ ആഘോഷത്തിലും നമ്പരമായി കടന്നെത്തുന്നവർ. ബദറുദ്ദീൻ സാഹിബ്. തെളിഞ്ഞ ജീവിതം കൊണ്ട് വെളിച്ചം ബാക്കിയാക്കി മറഞ്ഞു പോയവർ. SS ഖാദർ ഹാജി, മഖ്ദൂമി ഉസ്താദ്. നാഥാ, ഇവർക്ക് നീ സ്വർഗം നൽകണേ. വരികൾ നീളുമ്പോൾ ഇരുൾ കൂടുതൽ കനക്കുന്നു. ഇലവൊഴിയും ശിഖരങ്ങൾക്ക് താഴെ തണൽ പരപ്പ് കുറയുന്നു. കാറ്റിൻ്റെ വേഗതയും മഴയുടെ തീവ്രതയും ഇന്നറിയേണ്ടി വരുന്നു. പ്രയാണങ്ങൾ തുടർന്നല്ലേ പറ്റൂ. തുറന്നിട്ട ജാലകങ്ങൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് കണ്ണു നട്ട് നമ്മൾ ഇനിയും കാത്തിരിക്കണം. പൂവും പൂന്തേനും തേടിയുള്ള ശലഭങ്ങൾ. ഇരുട്ടിനോട് മാത്രം കിന്നരിക്കുന്ന നഗരത്തോട് വെളിച്ചത്തിൻ്റെ പ്രണയത്തെക്കുറിച്ച് നമുക്ക് പറയണം. നമ്മൾ ഓരോരുത്തരും വിളക്കെണ്ണകളായി തീരണം. ഇനിയും ഒരുപാട് സുഹൃതങ്ങൾ പിറവിയെടുക്കും. ഗിലാസിൻ്റെ പുടുവയണിഞ്ഞ് ഈ സംരംഭത്തിൽ നേതൃത്വം നൽകുന്നവരോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന.